Hmm. So, how was your day today? Today I said very good day. What all things you did today? Today, today morning I come to one trick for taking inventory. ബ്രേക്കിംഗ് ആവുന്നുണ്ടല്ലോ എന്ത് പറ്റി? എന്താ? ഒന്നുകൂടെ കേക്ക- കേ- കേൾക്കുന്നുണ്ടോ? ഹലോ. പറഞ്ഞു പറഞ്ഞു. Okay. Today come to one trick for taking inventory. ആ ഐ തിങ്ക് ഇറ്റ് ഇസ് യുവർ ജോബ് ടേം അല്ലേ? ജോബിൽ യൂസ് ചെയ്യുന്നതിന് ടേം ആണോ? Yeah. Yes. 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 ആ So I will stay around 20 to 30 days here, ആഹാ. and after finish my job, I go back to my base camp. യെസ്. സോ just like that normal, just that previous days, now you are in a Uh, different place, isn't it? yes. Yes. So do you have any range issues in that area? No. No. Sometimes, but it's okay for have Ah, 4G now, so ah, no problem. Sometimes this signal will break, mm, but rarely, very rarely. mm. And what about this new camp? Are you new to that area, or Yes, yes. you worked? Yeah. Have you ever No, no. been to that area? Hmm. Before I work another site, Ah, now I'm using. this is a new site, isn't it? Is this a new site? Yes, 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 And yes. and For me, what a for you. And what about the ambience there? Do you have any shops, or is it uh, a remote area? no. But this area was near to city, so I have Hmm. good page. Ah, I ah, can go outside, but hmm. this I feel very good here. And after this class, do you have any plans? Uh, Any? do you have any plans after this class? That is, And do you have any plans after this class? yes, 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 What's that? You want to go yes, yes, yes. uh, Uh, for, do you want to no, go no, to the no. city? No. I can't go from here this side because have some restrictions here, Uh-huh. safety. So, Yes. Hmm. so after this class, I, I want watch one movie. You are going to നമ്മളെ ഏത് ടെൻസ് വരെ എടുത്തായിരുന്നു? പ്രസന്റ് വൺ മാത്രമേ ഉള്ളൂ തോന്നുന്നു. പ്രസന്റ് ടു, പാസ്റ്റ് ടു പാസ്റ്റ് വൺ എടുത്തിട്ടില്ല ടെൻസ് അല്ലേ? വൺ എടുത്തതേ ഉള്ളൂ. ആ ഇല്ല. ഇന്നലെ ഒന്ന് മാത്രമേ എടുത്തോളൂ. ഒരെണ്ണം മാത്രമേ എടുത്തോളൂ. അപ്പോ ഞാനേ പഠിച്ചായിരുന്നെങ്കിൽ വേറൊരു സാധനം കൊണ്ട് എന്റെ പ്ലാനിന്റെ കാര്യം പറയുമ്പോ ഫ്യൂച്ചർ പറയാനൊരു സാധനം പറയാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ എന്തായാലും പഠിച്ചില്ലല്ലോ, അപ്പൊ പിന്നെ അത് പറയണ്ട. ഇനി അതായിരുന്നു. അത് ഐ വിൽ ബി വാച്ചിങ് എ മൂവി. ഞാനൊരു മൂവി ഓ. കാണുന്നതായിരിക്കും. ഓക്കെ. ആ. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ടോപ്പിക് എടുക്കാം. റെഡി? ഓക്കെ. റെഡി. അപ്പോ ഇന്നലെ നമ്മൾ എടുത്തത് പ്രസന്റ് വൺ ആയിരുന്നു. ഇതിൽ എന്തെങ്കിലും ഫെബിന് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആ ആ, പിന്നെ അപ്പോ ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഞങ്ങൾ എന്നും പഠിക്കാറുണ്ട്, വി സ്റ്റഡി ഡെയിലി, ഇതൊക്കെ ചെയ്തതല്ലേ? വി ഡിഡ് ആ ദിസ്. ശരി. ആ യെസ്, യെസ്. അതുപോലെ ചോദ്യം ചോദിക്കാനും അറിയാല്ലേ? ഡൂം ഡസും പഠിച്ചായിരുന്നു ഇന്നലെ. ഒന്നുകൂടെ നമ്മൾ നോക്കിയായിരുന്നു, ആ ഇല്ലേ? ആ ആ നോക്കി. ഇനി നമ്മൾ പാസ്റ്റ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പാസ്റ്റ്. ഓക്കെ. പാസ്റ്റ് വൺ. റെഡി അല്ലേ? ഓക്കെ. പാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ റെഡിയാണ്. ഫെബിൻ ഇപ്പോ ഡിന്നർ കഴിച്ചോ? കഴിച്ചു. കഴിച്ചോ? കഴിച്ചു. ആ
അപ്പൊ ഡിന്നർ കഴിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? ഞാൻ ഡിന്നർ കഴിക്കുന്നു. ഈ പ്രസന്റ് വൺ കൊണ്ടൊന്ന് പറയാമോ? ഞാൻ ഡിന്നർ കഴിക്കുന്നു. eating dinner. അതിന്റെ അർത്ഥം ഞാൻ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുകയാണെന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്താണ് കഴിക്കാറുള്ളത് എന്നങ്ങനെ പറയും. ഐ ഈറ്റ്. ഞാൻ ഇപ്പൊ അവിടെ എത്ര മണിയായി? I I eat ഉം. 7:10. ഞാൻ എല്ലാ ദിവസവും 7 മണിക്ക് ഡിന്നർ കഴിക്കാറുണ്ട് എന്നെങ്ങനെ പറയും? എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്. Uh, I eat ഉം. ഉം. I eat dinner ആ 7 o'clock every day. അറ്റ് അറ്റ് At അറ്റ് 7 പറയുന്നത്. o'clock. At 7 o'clock every day. ശരി. അപ്പൊ ഇപ്പോ ഫെബിൻ, അതാണ് പ്രസന്റ് വൺ. ഞാൻ എപ്പോഴും ഇന്ന സമയത്താണ് കഴിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഫെബിനോട് പറയുകയാണ്, ഫെബിൻ കഴിച്ചല്ലോ. അപ്പൊ ഞാൻ ഡിന്നർ കഴിച്ചു എന്ന് എങ്ങനെ Right. പറയും? കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ അതെങ്ങനെ പറയും? I ഐ I ഈറ്റ് eat എന്നുള്ളത് dinner already. ഐ ഈറ്റ് എന്നുള്ളത് പാസ്റ്റ് ആവും, എയ്റ്റ് ആവും. അറിയാവോ? ഈറ്റിന്റെ പാസ്റ്റ് ആണ് എയ്റ്റ്. Okay. മനസ്സിലാകുന്നുണ്ടോ? I ate dinner. ആ ആ ആ ഈറ്റിന്റെ പാസ്റ്റ് ആണ്. അപ്പൊ അല്ലെങ്കിൽ ഫ്യൂച്ചറോ? ഫ്യൂച്ചർ നമ്മൾ വരട്ടെ, ആദ്യം പാസ്റ്റ് തീരട്ടെ, എന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോവാം. അപ്പോ Okay. ഈറ്റിന്റെ ഈറ്റിന്റെ പാസ്റ്റ് ആണ് എയ്റ്റ്. ഉം. മനസ്സിലാവുന്നുണ്ടോ? I ആ ഇവിടെ കുറച്ച് വേർഡ്സ് കാണാമല്ലോ ഫെബിന്, കാണാമോ? കുറച്ച് ഇപ്പൊ കാണാം. ആ കാണാം. ഞാനൊരു ബലൂൺ ഊതുന്നു, അല്ലെങ്കിൽ ബലൂൺ ഊതുന്നു. അത് നമ്മൾ എങ്ങനെ പറയും? ഇത് നമ്മളിങ്ങനെ വലുതാക്കത്തില്ലേ ബലൂൺ? ഈ ഒരു കേഴ്സർ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റത്തില്ലേ? ഈ വേർഡ് വെച്ച് എങ്ങനെ പറയും? ഊതുന്നു. ആ I blow a balloon. ആ അപ്പൊ ഞാനൊരു ബലൂൺ ഊതി എന്ന് എങ്ങനെ പറയും? I blew a balloon. ഐ ബ്ലൂ ദ ബലൂൺ. മനസ്സിലായോ? Right. ബ്ലോയുടെ പാസ്റ്റ് ആണ് ബ്ലൂ. അടുത്തത്, Blow. ഞാനൊരു ചായ, അല്ല, അവനൊരു ചായ കൊണ്ടുവരുന്നു. അതെങ്ങനെ പറയും? അവനൊരു ചായ കൊണ്ടുവരുന്നു. He bring a tea. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടെ കറക്റ്റ് ചെയ്തേ. ഹി ബ്രിങ് എ ടീ. He brings a tea. ആ ശരി, ഇപ്പൊ കറക്റ്റ് ആയി. അവന്താ ബ്രിങ്സ് വന്ന്? ഏ അവന്താ ബ്രിങ്സ് വന്നത്? എന്തുവാ കേട്ടില്ല. അതെന്താ ബ്രിങ്സ് വന്നത്? ഈ ഒരാളാണല്ലോ, സിംഗുലർ ആണല്ലോ. എന്നിട്ട് എന്താണ് ആദ്യം ബ്രിങ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ. ശരി ശരി. അപ്പൊ അതാണ്, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നേ. അപ്പൊ ഹി ബ്രിങ്സ് എ ടീ. അവനൊരു ചായ കൊണ്ടുവരുന്നു. മനസ്സിലായോ? അവനൊരു ചായ കൊണ്ടുവന്നു എന്നെങ്ങനെ പറയും? കൊണ്ടുവന്നു. He brought a tea. ആ ഇപ്പം മനസ്സിലായോ? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോളമാണ്, ഈ ഒരു നിരയാണ്. അപ്പൊ ഇവിടെ ഉള്ളതെല്ലാം അതിനെ അറിയപ്പെടുന്നത് വി ടു എന്നാണ്. Past. പാസ്റ്റ്, വി ആ ടു, വേർ, പ്രവൃത്തിയുടെ രണ്ടാമത്തെ ഫോമാണ്. ഇത് പ്രവൃത്തിയുടെ ആദ്യത്തെ ആ ഫോമാണ്. നമ്മളിപ്പം ആദ്യം കാണുന്ന ആ ഒരു സെറ്റ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ആ ഉണ്ട് 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 ഞാൻ ഉണ്ട്. ഞാനൊരു മീനെ പിടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മീനെ പിടിക്കാറുണ്ട്. അതെങ്ങനെ പറയും? മീനെ പിടിക്കുകയുടെ ഇംഗ്ലീഷ് എന്താ? I catch a fish. ആ ഞാനൊരു മീനെ പിടിച്ചു എന്ന് എങ്ങനെ പറയും? I catches a fish. Catch ദേ ദേ catches a fish. അല്ല, ആ അവിടെ പിടിച്ചു എന്ന് പറയാനായിട്ട് ക്യാച്ചിന്റെ പാസ്റ്റ് കോട്ടാണ്. മനസ്സിലായോ?
Okay. I ആ caught a fish. ആയിക്കോട്ടെ ഫിഷ്. അപ്പൊ നമ്മള് മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എല്ലാ പ്രവർത്തികളുടെയും ഈ പറയുന്ന V1 V2 ഒന്നും അറിയത്തില്ല അല്ലെ? അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോ ഈ Okay. ടേബിള് ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സുകളൊക്കെ ഒന്ന് ഞാൻ ഇതൊന്ന് പേഴ്സണലി അയച്ചു തരാം. എന്നിട്ട് ഫെബിൻ യൂസ് ചെയ്യുന്ന വേർഡ്സുകളുടെയൊക്കെ V2 ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഞാൻ അവിടെ പോയി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് കണ്ടു, ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ പറയാനായിട്ട് ഈ ടേബിളിലുള്ള എന്നെ ഒരു പട്ടി കടിച്ചു എന്ന് എങ്ങനെ പറയും? അല്ലെങ്കിൽ അവളെ ഒരു ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വരുണിനെ പട്ടി കടിച്ചു. അപ്പൊ വരുണിനെ പട്ടി കടിച്ചു എന്ന് പറയുന്നത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ? Past. കടിച്ചല്ലോ, കടിച്ചു പോയി. അപ്പൊ അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? കടിച്ചു. Varun bite a dog. ഛെ, അയ്യ. dog. 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 ആ Dog bite. ആ വേണ്ട, ഇത് ഒരു കാണാമോ? മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ. വേണ്ടേ? അത് അറിയാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ബൈറ്റിന്റെ പാസ്റ്റ് ആണ് ബിറ്റ്. മനസ്സിലായോ? സോ ഓക്കെ. എ ഡോഗ് ബിറ്റ് വരുൺ. മനസ്സിലായോ? വരുൺ. ആ പക്ഷെ പട്ടി കടിക്കുന്നു എന്ന് പറയാനായിട്ട് ഏ പട്ടി കടിക്കുന്നു എന്ന് പറയാനായിട്ട് ഡോഗ് ബൈറ്റ്സ് അരുൺ. ബൈറ്റ്. ആ ഡോഗ് ബൈറ്റ് അല്ല, ബൈറ്റ്സ് വരും. കാരണം പട്ടി ഒരെണ്ണവേ ഉള്ളല്ലോ. ആ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ കുറെ പട്ടികളുണ്ടെങ്കിൽ ബൈറ്റ്. അതെ, കുറെ പട്ടികളുണ്ടെങ്കിൽ ബൈറ്റ്. ഡോഗ്സ് ബൈറ്റ് അരുൺ. മനസ്സിലായോ? മനസ്സിലായി. ആ ഞാനൊരു മൊബൈൽ ഞാനൊരു മൊബൈൽ പൊട്ടിച്ചു. ദേണ്ടേ. ഉം ഐ ബ്രേക്ക് വൺ മൊബൈൽ. ബ്രേക്കിന്റെ പാസ്റ്റ് ആണ് ബ്രോക്ക്. ദേണ്ടേ. ഐ ബ്രോക്ക് വൺ മൊബൈൽ. അയ്യോ, അതെവിടെ? അത് കാണുന്നില്ലല്ലോ. ബ്രേക്ക്. ഐ ബ്രോക്ക്. ബ്രോക്ക് എ മൊബൈൽ എന്നാണോ ഐ ബ്രോക്ക് വൺ മൊബൈൽ എന്നാണോ? രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. എയുടെ അർത്ഥം ഒന്നാണ്, എയുടെ അർത്ഥം വൺ എന്നാണ്. അപ്പൊ ഐ ബ്രോക്ക് ഓക്കെ. വൺ മൊബൈൽ. മനസ്സിലായോ? ആയി. അപ്പൊ ഫെബിൻ ഇങ്ങനെ കുറെ പാസ്റ്റ് പഠിച്ചു വെക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും മറ്റുള്ളവരോട്. മനസ്സിലായോ? ആയി. എന്നെ ഇതൊന്ന് ഓർമ്മിപ്പിക്കുവാണെങ്കിൽ ഞാൻ ഇതൊന്ന് അയച്ചു തരാം. ചിലപ്പോ എനിക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉം ഇപ്പൊ ഇത് ക്ലിയർ. ഓർമ്മിപ്പിക്കാം. ആ ഇത് ക്ലിയർ ആയോ? ഈ ഏരിയ മനസ്സിലായോ ഇപ്പം എന്താ സംഭവം? മനസ്സിലായി. അതായത് ഉം ഞാൻ ഇന്നലെ ഒരു എക്സാം എഴുതി എന്ന് പറയാനായിട്ട് എങ്ങനെയാ പറയുന്നത്? ആയി ഐ എഴുതുക റോട്ട് ഇംഗ്ലീഷ്. ആൻ എക്സാം യെസ്റ്റർഡേ. നമ്മള് ഈ പാസ്റ്റ് വൺ പറയുമ്പം എന്താ വേർബിന്റെ രണ്ടാമത്തെ ഫോം, അതിനാണ് നമ്മൾ V2 എന്ന് പറയുന്നത്. വെർബ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി. പ്രവൃത്തിയുടെ രണ്ടാമത്തെ ഫോമാണ് റൈറ്റിന്റെ രണ്ടാമത്തെ ഫോമാണ് റോട്ട്, പാസ്റ്റ് ഫോം. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ അവളെ കഴിഞ്ഞ ആഴ്ച കണ്ടു, അല്ലെങ്കിൽ ഞങ്ങള് മീറ്റ് ചെയ്തു. അതെങ്ങനെ പറയും? മീറ്റിന്റെ പാസ്റ്റ് ആണ് മെറ്റ്. ഐ മെറ്റ് ഹർ ലാസ്റ്റ് വീക്ക്. ഇനി രാവിലെ ഞാൻ ചായ കുടിച്ചു. അപ്പൊ കുടിക്കുന്നതിന്റെ പാസ്റ്റ് ആണ് കുടിച്ചു. ഡ്രിങ്കിന്റെ പാസ്റ്റ് ആണ് ഡ്രാങ്ക്. ഡ്രാങ്ക്. ഐ ഡ്രാങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഇത് മനസ്സിലായോ ഫെബിന്? മനസ്സിലായി. അപ്പൊ ഫെബിൻ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പാസ്റ്റ് വണ്ണിലൊന്ന് പറഞ്ഞേ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഈ നിമിഷം വരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പാസ്റ്റിൽ പറ. ഐ വോക്ക് അപ്പ് ഓൺ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. ആഫ്റ്റർ അയ്യോ, എനിക്ക് എന്റെ
വേർഡ്സ് ഒക്കെ കറക്റ്റ് തന്നെ പറയണം അപ്പൊ. അപ്പൊ ഇല്ല, ഞാൻ അതിലുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. എന്ത് വേണേലും പറഞ്ഞു, പാസ്റ്റ് പറഞ്ഞാൽ മതി എന്നേ ഉള്ളൂ. പാസ്റ്റ് വേണം. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ഐ ഐ ate my breakfast. ഐ ate മൈ ബ്രേക്ക്ഫാസ്റ്റ്, കറക്റ്റ്. Okay. After I came to work site. I come. ഐ ഐ I come. ആ ഐ Come. കമ്മിന്റെ Came. പാസ്റ്റ് എന്താണ്? ഓക്കെ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഞാൻ കേട്ടില്ല. ഞാൻ എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ആ. ഫെബിൻ പേടിച്ചു പോയി അല്ലേ? തെറ്റായിരിക്കോ? അതായിരിക്കും. അങ്ങനെയൊന്നും ഞാൻ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഫെബിൻ കറക്റ്റ് ഉറച്ചു നിന്നാ മതി കേട്ടോ. I came at ഉം, okay. പറഞ്ഞു പറഞ്ഞു. I came to my work site യെസ്, first വെൽ ഡൺ. whole day. കറക്റ്റ് പറഞ്ഞു. And I ate my dinner after attending the class. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ജോലി കഴിഞ്ഞിട്ട് എന്റെ സൈറ്റ് അല്ലല്ലോ, സ്റ്റേയിങ് സ്ഥലത്തെത്തി. എവിടെയാ സ്റ്റേ ചെയ്യുന്നത്, അവിടെ തിരിച്ചെത്തി. അത് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് കഴിച്ച Okay. കാര്യം പറഞ്ഞില്ലല്ലോ, ഡിന്നർ Okay, കഴിച്ച കാര്യം. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. I ate my dinner. ആ ശരി. ഉം, ഇപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞെന്ന് വിചാരിച്ചു. അപ്പം അതെങ്ങനെ പറയും? ആ. ആ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നെങ്ങനെ പറയും? I attended my class, English ഐ class. അറ്റൻഡ് ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ ഇന്നലത്തെ കാര്യമാണ് പറയുന്നെങ്കിൽ, ഞാൻ പിന്നെ 10 മണിയായപ്പം, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കുറെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടു. I ഉം. watched വാച്ച്ഡ് പറയാം. reels, ആ watched reels and videos, Instagram and YouTube. ഓൺ ഇൻസ്റ്റഗ്രാം. നമ്മുടെ ഓൺലൈൻ മീഡിയാസിലെല്ലാം ഓൺ പറഞ്ഞാൽ മതി. ഓൺ ടി വി, ഓൺ സോഷ്യൽ മീഡിയ, ഓൺ ഓൺ Okay, ഓൺ ഇൻസ്റ്റഗ്രാം. ഓക്കെ. on YouTube. യെസ്. പിന്നെ ഞാൻ ഉറങ്ങി. 10 മണിയായപ്പോ ഞാൻ ഉറങ്ങി. I sleep എന്താ പറയാ ഫസ്റ്റ്? സ്ലെപ്റ്റ്, SLEPT. I slept at 10 o'clock. അപ്പൊ പറഞ്ഞ അത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും മനസ്സിലായോ എങ്ങനെയാണ് പാസ്റ്റ് ഉപയോഗിക്കേണ്ടതെന്ന്? മനസ്സിലായി. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ രീതിയിലും ഫെബിൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ഡിഡ് കൊണ്ട് എങ്ങനെ പറയാം? ഡിഡ്. ഞാൻ 10 മണിക്ക് ഉറങ്ങി എന്ന് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ പറയും? ഡൂം ഡസും എന്തായാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഡിഡ് ഓൾറെഡി പാസ്റ്റ് ആണല്ലോ. അപ്പൊ ഞാൻ 10 മണിക്ക് ഉറങ്ങി. ഐ did sleep at 10 o'clock. ഗ്രേറ്റ്, കൊള്ളാം, കറക്റ്റ്. അപ്പൊ അവിടെ എന്താ സ്ലെപ്റ്റ് പറയാതിരുന്നത്? ഡിഡ് സ്ലെപ്റ്റ് എന്ന് പറയാതിരുന്നത് എന്താ? ഡിഡ് ചെയ്തു കഴിഞ്ഞതിന് ഡിഡ് എന്ന് പറയാം. അതുകൊണ്ടായിരിക്കാം. ഓൾറെഡി അവിടെ ഒരു സെന്റൻസിൽ ഒരു പാസ്റ്റ് മതി. അപ്പൊ ഡിഡ് ഒരു ഓൾറെഡി പാസ്റ്റ് ആണ്. അതിന്റെ കൂടെ സ്ലെപ്റ്റ് ഒന്നും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഡ് എപ്പോ സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചാലും അതിന്റെ കൂടെ മറ്റേ V1 ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ V1 എന്ന് പറയുമ്പോ
ഇപ്പം വി സ്ലീപ്പ് സ്പ്ലെറ്റ് സ്ലീപ്പ് അതല്ലേ സ്ലീപ്പ് V1? സ്ലെപ്റ്റ് V2 ആണ്. സ്ലീപ്പ് V1 ആണ്. അപ്പോ ഐ ഡിഡ് സ്ലീപ്പ്. അപ്പൊ ഡിഡ് ഓക്കെ. മനസ്സിലായോ? മനസ്സിലായി. ആ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ആ, ഞാൻ ഓക്കെ. പുറത്തു ഞാൻ പുറത്തു പോയി എന്നെങ്ങനെ പറയാം? ഐ ഐ ഗോ ഐ ഡിഡ് പുറത്ത് ഞാൻ പുറത്തു പോയി എന്ന് സിമ്പിൾ ആയിട്ട് ഗോയുടെ പാസ്റ്റ് വെച്ച് പറഞ്ഞേ. ഗോയുടെ പാസ്റ്റ് എന്താ? ഗോസ്. അല്ല, ഗോയുടെ പാസ്റ്റ് വെന്റ് ആണ്. പോയി. ഓക്കെ. ഐ വെന്റ് ഔട്ട്സൈഡ്. കറക്റ്റ്. ഇനി ഈ സാധനം തന്നെ നമുക്ക് ഡിഡ് കൊണ്ട് പറയാൻ പറ്റും. അതെങ്ങനെ പറയും? ഞാൻ പുറത്തു പോയി. ഐ ഐ ഡിഡ് ഗോ ആ ഐ ഡിഡ് ഗോ ഔട്ട്സൈഡ്. ഔട്ട്സൈഡ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി ആ മനസ്സിലായി. അപ്പൊ മനസ്സിലായത് ഒന്ന് എഴുതി വെച്ചേക്ക്, അല്ലെങ്കിൽ നാളെ മനസ്സിലാകത്തില്ല. എഴുതിക്കോ. ഓക്കെ. ഇപ്പോഴോ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് എഴുതാം, എന്റെ ബുക്ക് അകത്തിരിക്കുക. പറ്റിക്കോ? ഇല്ല 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 ഇല്ല, ഉറപ്പായിട്ട്. ആ അപ്പൊ ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കെ. പോയി. ഇത് കണ്ടോ ആ ഫെബിനെ? ഇത് നോക്കിയാലും മതി. ഇവിടെ അവള് കത്തെഴുതി. അപ്പോ ഷീ റൈറ്റിന്റെ പാസ്റ്റ് റോട്ടാണ്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി ആ മനസ്സിലായി മനസ്സിലായി. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ഷീ റോട്ട് എ ലെറ്റർ. ഇനി അത് നമ്മൾ ഡിഡ് വെച്ച് പറയാനായിട്ടാണെങ്കിൽ ഷീ ഡിഡ് റൈറ്റ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? മനസ്സിലായി. അവിടെ നമ്മൾ ഡിഡ് റോട്ട് എന്ന് എഴുതണ്ട, കാരണം രണ്ട് പാസ്റ്റ് ഉപയോഗിക്കരുത് ഒരുമിച്ച്. ഇവിടെ ഡിഡ് ഓൾറെഡി ഓക്കെ. ഉപയോഗിക്കുന്ന കാരണം ഡിഡിന്റെ കൂടെ നമ്മൾ സിമ്പിൾ ആയിട്ട് V1 ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ പറയുന്ന ചോദ്യം ചോദിക്കാൻ, അവള് കത്ത് എഴുതിയോ എന്ന് ചോദിക്കാനായിട്ട് ഈ ഡിഡ് എടുത്ത് ഷീയുടെ എന്തിനാ? ലെഫ്റ്റിലോട്ട് ഇട്ടാൽ മതി. മനസ്സിലായോ? ഹലോ. ഓക്കെ മനസ്സിലായി. ഇനി അവള് കത്ത് എഴുതിയില്ല എന്ന് എങ്ങനെ പറയും? ഹലോ, മനസ്സിലാവുന്നുണ്ട്. ഇനി അവള് കത്ത് എഴുതിയില്ല എന്ന് എങ്ങനെ പറയും? She didn't ആ she ഷീ didn't ഡിഡ് wrote a letter. റോട്ട് പറയുവോ? എഴുതിയില്ല. ഡിഡിന്റെ റോട്ട് എന്ന് പറയൂ. ഓക്കെ. പറയൂ. she didn't write a letter. ഓക്കെ. ഇല്ല ഇല്ല ആ ഇല്ല. രണ്ടു വട്ടം വരില്ല. Okay. അതെ അതെ അതെ. ഇനി അവള് കത്ത് എഴുതിയില്ലേന്ന് എങ്ങനെ ചോദിക്കും? Didn't she write a letter? ഇപ്പൊ ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്, ക്ലിയർ. ഇല്ല ഇല്ല ഇല്ല, ഓൾ ക്ലിയർ. ആ സോ എനിക്ക് മനസ്സിലായി എന്നെങ്ങനെ പറയും? ഐ അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡിന്റെ പാസ്റ്റ് അണ്ടർസ്റ്റുഡ് ആണ്. ഐ അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഐ ആ അണ്ടർസ്റ്റുഡ്. എന്നാ അത് ഡിഡ് വെച്ച് എങ്ങനെ പറയും? ഐ ഡിഡ് അണ്ടർസ്റ്റാൻഡ്. കറക്റ്റ്. ഗ്രേറ്റ്. ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഉം. അപ്പോ ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നാളെ എടുത്താ പോരെ? മതി മതി. അപ്പോ നീ എന്നെ വിളിച്ചായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? കൂട്ടുകാരന്റെ ഒരു മിസ് കോള് കണ്ടു, അപ്പോ തിരിച്ചു ചോദിക്കുക, എടാ നീ എന്നെ വിളിച്ചായിരുന്നോ? അതെങ്ങനെ ചോദിക്കും? Did you call me? യെസ് യെസ്, കറക്റ്റ്. അടുത്തത്, ഞാൻ അവിടെ പോയില്ല. ഞാൻ എന്തോ? ഞാനവിടെ ഞാൻ അവിടെ പോയില്ല. I didn't go there. എനിക്കൊന്ന് ഫെബിൻ, യു ആർ കംഫർട്ടബിൾ വിത്ത് ഡിഡ് അല്ലേ? ഡിഡ് കൊണ്ട് ചോദ്യം ചോദിക്കാനൊക്കെ അറിയാം, പറയാനും അറിയാം അല്ലേ? ആ ആ ഓക്കെ, വരുന്നു. ഓക്കെ. ആ അല്ലെങ്കിലും ഞാൻ അവിടെ പോയില്ല, അവളെ കണ്ടില്ല, മിണ്ടിയില്ല, വിളിച്ചില്ല, ഇല്ല ഇല്ല ഇല്ല, ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാനായിട്ട് ഐ ഡിഡന്റ് യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? മനസ്സിലായി.
അതിപ്പം അയ്യോ ദേവി മനസ്സിലായി, വന്നാലും മനസ്സിലായി. ഈ ഷീറ്റ് സിംഗുലർ വന്നാലും ചെയ്തില്ല, പറഞ്ഞില്ല, കണ്ടില്ല, പോയില്ല, അങ്ങനെ ഇഷ്ടമുള്ള സാധനം ഇല്ല എന്ന് പറയാനായിട്ട് നമുക്കിങ്ങനെ ഡിഡ്. ഡിഡ്, ഡിഡും ഡിഡിൻറ്റും പറഞ്ഞാൽ മതി. അല്ലാതെ അവിടെ അയ്യോ ദേവി ആയതുകൊണ്ട് ഡൂവും ഹീ ഷീറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഡസ്സും അത് ഓർക്കണ്ട. പാസ്റ്റ് ആയതുകൊണ്ട് എല്ലായിടത്തും ഡിഡാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, സോ വി വിൽ കണ്ടിന്യൂ ദിസ് ടുമോറോ. ഗുഡ് നൈറ്റ്. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. നോട്ട്സ് എഴുതിയേക്കണേ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തത്.